ഈശ്വലേറെ സ്നേഹം നിറഞ്ഞവരെ, തിരുസഭാ മാതാവ് ഇന്ന് വചനവിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 26 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗം പലപ്പോഴായിട്ട് നമ്മൾ വായിച്ച് ധ്യാനിച്ചിട്ടുള്ളതാണ്. കാരണം ഈ വചനഭാഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈശോ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം എത്ര സുന്ദരമായിട്ടുള്ളൊരു ഭാഗമാണെന്നറിയോ ഇത് വായിക്കുമ്പോൾ. നമ്മളൊക്കെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് വലിയൊരു സന്ദേശത്തിലുണ്ട്. ഈശോ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി, സുവിശേഷം ലോകമെമ്പാടും അറിയിക്കുവാൻ വേണ്ടി ഈ 12 സ്ലീഹന്മാരെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് അറിയാം ഈ ലോകത്തില് ഒരുപാട് പ്രതിസന്ധികൾ അവർ നേരിടേണ്ടി വരുമെന്ന്, ഒരുപാട് പ്രശ്നങ്ങൾ അവർ തരണം ചെയ്യേണ്ടി വരുമെന്നറിയാം. അവിടെയൊക്കെ ആഴത്തില് അവര് വേരുറച്ച് വിശ്വാസത്തില് അടിയുറച്ച് നിൽക്കണമെങ്കിൽ അവർക്ക് സ്വർഗസ്ഥനായ പിതാവിന്റെ വലിയ കൃപ വേണമെന്ന് ഈശോയ്ക്ക് അറിയാം. അതോടുകൂടി തന്നെയല്ലേ ഈ വെല്ലുവിളി നിറഞ്ഞ ലോകത്തിലേക്ക് തന്റെ അരുമ ശിഷ്യരെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് ഈശോ അവർക്ക് വേണ്ടി സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ ഈ വചനഭാഗത്തിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു വചനമുണ്ട്. അത് ഇപ്രകാരമാണ്: പിതാവേ, ലോക സ്ഥാപനത്തിന് മുൻപ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോട് കൂടെ അവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈശോ തൻ്റെ ഒരു ആഗ്രഹം ദൈവത്തോട് പറയുകയാണ്. പിതാവായ അതാ പിതാവിനോട് പറയുകയാണ്, പിതാവേ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്നെ വിശ്വസിച്ച് അങ്ങ് എനിക്ക് നൽകിയ ഇവരെല്ലാവരും അങ്ങ് എനിക്ക് നൽകുന്ന മഹത്വം കാണാനായിട്ട് ഞാൻ എവിടെ ആയിരിക്കുന്നുവോ അവിടെ ഇവരുമായിരിക്കണമെന്ന്. അത് വലിയൊരു സന്ദേശമായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം നമ്മളെല്ലാവരും ഒരുപാട് പേര് സ്നേഹിക്കുന്നവരാണ്. നമ്മളെല്ലാവരും ഒരുപാട് പേര് നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഒന്ന്, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗത്തിൽ നമ്മളോട് ചോദ്യം. എന്നെ സ്നേഹിക്കുന്നവരെ, ഞാൻ സ്നേഹിക്കുന്നവരെ, അവർക്കൊക്കെ വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് എപ്പോഴെങ്കിലും സമയം കണ്ടെത്താനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? അതോടുകൂടി തന്നെ ഈ രണ്ടാമത്തെ കാര്യം, ഈശോയുടെ ആഗ്രഹം, അത് മറ്റൊന്നല്ല, എന്നെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച എൻ്റെ ശിഷ്യന്മാര് ഞാൻ എവിടെയായിരിക്കുന്നുവോ അത് ഒരു സംശയമില്ല, അത് സ്വർഗത്തിലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ സ്വർഗത്തില് പിതാവിന്റെ പക്കലായിരിക്കുമ്പോൾ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ സ്ലീഹന്മാരെല്ലാവരും എന്നോട് കൂടെ സ്വർഗത്തിലായിരിക്കണം എന്നാണ് ഈശോയുടെ ആഗ്രഹം. ആ ആഗ്രഹം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കും ഒരു വെല്ലുവിളിയാണ്. കാരണം ഞാൻ എന്നോട് ചേർന്ന് നിൽക്കുന്നവരെ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ കൈക്കോട്ടിന്റെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കാര്യം മാത്രം, എനിക്ക് എൻ്റെ കാര്യം, എൻ്റെ കുടുംബം, എൻ്റെ മാത്രം കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അവിടെയാണ് ഈശോയുടെ ആഗ്രഹം നമ്മളെല്ലാവരെയും പുതിയൊരു ചിന്തയിലേക്ക് നയിക്കേണ്ടത്. എൻ്റെ കൂടെയുള്ളവരെ, എൻ്റെ കൂടെ സമയം ഷെയർ ചെയ്യുന്നവരെ, എൻ്റെ കൂടെ എവിടെയെങ്കിലും പോകാനായിട്ട് കൂടെ വരുന്നവരെ, അങ്ങനെ എന്നോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാവരും ഞാൻ ആയിരിക്കുന്നിടത്ത് ഞാൻ എന്ത് സന്തോഷം അനുഭവിക്കുന്നു ആ സന്തോഷത്തിൽ അവരും പങ്കുകാരാകണമെന്ന് ഈശോയുടെ ആഗ്രഹത്തില് ഉണ്ട്. ഇത് തന്നെയാണ് ഈ ഞായറാഴ്ച നമുക്കുള്ള സന്ദേശമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുക. ഈശോയുടെ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ളവര് നമുക്കൊരു നന്മ വരുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകുമ്പോൾ അത് നന്മ തന്നെ ആവണമെന്നില്ല. അവരുടെ ജീവിതത്തിൽ ഒരു മോശം അനുഭവം ഉണ്ടായി, ഒരു മോശം സാധ്യതകളിലൂടെ അവർ കടന്നു പോകുന്നുവെങ്കിൽ അവരുടെ കൂടെ ആയിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. അത് ഈശോയും സ്ലീഹന്മാരും തമ്മിലുള്ള പിതാവിന് മുമ്പിൽ വെച്ച് പറയുന്ന ആ സ്നേഹബന്ധം പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കാനായിട്ട് തിരുസഭ മാതാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഈശോയുടെ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സന്തോഷം ഉണ്ടായാലും നമ്മുടെ കൂടെയുള്ളവർ നമ്മുടെ കൂടെ ഉണ്ടാവണം. സമ്പത്തുണ്ടായാലും നമ്മുടെ കൂടെയുള്ളവർ അപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം. നമുക്കിപ്പോൾ വിഷമസന്ധി ആണെങ്കിലും അവരെയും നമ്മുടെ കൂടെ ചേർക്കണം. അങ്ങനെ ഈശോയുടെ ആഗ്രഹം പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹത്തെ ഈശോയുടെ ആഗ്രഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഇന്നത്തെ ഈ വചനം ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കൂടെയുള്ളവരുടെ കൂടെ നമ്മൾ എപ്പോഴും ആയിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.